ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് എക്സസൈസാണ് പഠിച്ചുകൊണ്ടിരുന്നത്? 7.5 ഇന്റഗ്രൽസ് ആണ് എടുത്തോണ്ടിരുന്നത്. ഇന്റഗ്രൽസിൽ എക്സസൈസ് 7.5 ആണ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? ഏത് ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 9. നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡ് എടുക്കുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ, ഡിസ്കസ് ചെയ്യരുത്. Find integral 2x divided by x square plus 3x plus 2 dx. ഡിസ്കസ് ചെയ്യരുത്, ആരും ഡിസ്കസ് ചെയ്യരുത്, ചെയ്യാട്ടോ. പ്രണവ് ക്യാമറ ഓൺ ചെയ്തേ. പ്രണവ് ക്യാമറ ഓൺ ചെയ്യട്ടോ. പ്രണവ് ആൻസർ ഹൈഡ് ചെയ്ത് ചെയ്താട്ടോ. നമ്പരാ ചെയ്ത് കഴിഞ്ഞു. അത് കുഴപ്പമില്ല.
കഴിഞ്ഞോ? ജ്യോതിസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് തെറ്റാ. 4 log x plus 2 അല്ലേ? എന്താ എഴുതാത്തെ? പ്രഭവ് കഴിഞ്ഞോ? എന്തേ കിട്ടുന്നില്ലേ? പഠിച്ചില്ലേ? അതെന്താ? ഏ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചിട്ട് വരണമെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നോ? കൊണ്ടുവന്നേ വിവേക്, കൊണ്ടുവന്നേ വിവേക്. വിവേക് കൊണ്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലല്ലോ. സാറാദ്യം ബോർഡിൽ പോയി ചെയ്ത്. അറിയില്ലാത്തവര് ശ്രദ്ധിച്ചോളാം കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല അല്ലേ? അവിടെ ലൈറ്റ് ഇല്ല, അതില്ലേ? ആദ്യം we have to factorize the denominator. x square plus 3x plus 2 എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വിവേക് അവിടെ ശ്രദ്ധിച്ചിരുന്നേ. ഇന്റഗ്രൽ ഇടുമ്പോ ആ ഡി എക്സ് എന്നുള്ളത് കൂടെ ഇടണം കേട്ടോ.
ഇതാണ് കേട്ടോ ആൻസർ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടും കേട്ടോ, പഠിച്ചിട്ട് വരണം കേട്ടോ, പഠിച്ചിട്ട് വരണം. തെറ്റിയ ഒരു 5 ടൈംസ് എഴുതിക്കൊണ്ട് വരണേ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9 വരെയല്ലേ നമ്മൾ ചെയ്തേ? ക്വസ്റ്റ്യൻ നമ്പർ 10 ഹോംവർക്ക് ആയിരുന്നോ? അല്ല. റബ്ബ് ചെയ്തോട്ടെ. Write the question. Integral 2x minus 3 divided by x square minus 1 into 2x plus 3 dx. മാനസ് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു വേണ്ടേ? അതെ, എങ്ങനെയാ ചെയ്യാ പറയ്. ഏത് മെത്തേഡാ യൂസ് ചെയ്യാൻ പറ്റുക? പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ? മെത്തേഡ് യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? 2x minus 3 divided by x square minus 1 into 2x plus 3. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? x plus 1 into x minus 1. So this can be written as 2x minus 3 divided by x plus 1 into x minus 1 into 2x plus 3. ഇനി ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? a by x plus 1 plus b by x minus 1 plus c by 2x plus 3. ബാക്കി ചെയ്യാലോ? ചെയ്തേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ.
ഇവിടെ -2a അല്ലേ, -5 = -2 എന്നല്ലേ കേട്ടോ. എക്സിന് -1, ഇപ്പൊ എക്സിന് -1 ആണോ കൊടുത്തത്? എക്സിന് 1 കൊടുത്താലോ? ഇതും പോകും ഇതും പോകില്ലേ? എങ്ങനെയാ കിട്ടുക? 2x - 3 equal a into x minus 1 into 2x plus 3 plus b into x plus 1 into 2x plus 3 plus c into x plus 1 into x minus 1. ഇനി എന്ത് ചെയ്യുക? Put x is equal to 1. x equal to 1 എന്ന് കൊടുക്കുമ്പോൾ we will get 2 minus 3. Minus 1 equal 0. 2, 5. Zero. So minus 1 equal 10b, which implies b equal minus 1 by 10. Next എന്താ കൊടുക്കണ്ടേ? Put x is equal to, ഇവിടെ 1 ഇട്ട് കൊടുത്തു, ഇനി -1 ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ 2 into -1 -2 -2 -3 -5 equal a into -1 -1 -2 into 2 into -1 -2 plus 3 1 -1 0 0. So -5 equal -2a, which implies a equal 5 by 2 അല്ലേ? നെക്സ്റ്റ് c, സോറി നെക്സ്റ്റ് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റുക? c ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x is equal to -3 by 2. Put x equal -3 by 2. അപ്പോൾ എന്താ കിട്ടുക? 2 into -3 by 2 എന്ന് പറയുമ്പോൾ -3 -3 equal, ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും. c into -3 by 2 plus 1 into -3 by 2 minus 1, which is equal to -6 equal c into -3 plus 2 -1 by 2 into -5 by 2. c into 5 by 2, which implies c equal -12 by 5. a b c വാല്യൂസ് ഇതാണോ കിട്ടിയേ? ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയേ? a അല്ലേ? a is equal to 5 by 2 കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? a is equal to 5 by 2? പ്രഭവന് കിട്ടിയില്ലേ?
ആ ശരിയാ 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 5/4 ആണ്. -24/5 ആണോ കിട്ടിയേ? അല്ലേ? എന്താ 12/5 ആണോ കിട്ടിയേ? 24/5 ആണ് വരാ. -5 × 2 × 2 4 അല്ലേ? 24 ആ ആണ്. എയുടെ വാല്യൂ 5/2, ബിയുടെ വാല്യൂ -1/10 കിട്ടിയോ? സിയുടെ വാല്യൂ -24/5. എല്ലാവർക്കും കിട്ടിയോ? വിവേകിന് സത്യം പറഞ്ഞാൽ 12/5 ആണ് കിട്ടിയത്, 24/5 ആണോ കിട്ടിയേ? എഴുതിയിട്ടില്ലേ അല്ലേ? ബോർഡ് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിവേക് എപ്പോഴും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ശരിക്കും ആൻസർ കിട്ടിയോ? ഇവിടെ കാണിച്ച്, ബുക്ക് കാണിച്ച്. 12/5 ആണോ കിട്ടിയത് ചോദിച്ചപ്പോൾ തലയാട്ടി, 24/5 ആണോ കിട്ടിയത് ചോദിച്ചപ്പോൾ തലയാട്ടി. തനിയെ ചെയ്യട്ടാ. അത് ഫൈനൽ ആൻസർ ആയിരിക്കും. 12/5 അത് ഫൈനൽ ആൻസർ അല്ലേ? അത് നമ്മൾ ചെയ്തു വരുമ്പോഴല്ലേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് സിയുടെ വാല്യൂ പറഞ്ഞേ. സിയുടെ വാല്യൂ എത്ര ആയിട്ടേ? 12/5 ആണോ കിട്ടിയേ? 24/5 ആണ് എന്തായാലും നോക്കാം കേട്ടോ. നമുക്ക് എവിടെയാ തെറ്റിയെന്ന് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 2x - 3 dx divided by x² - 1 × 2x + 3 equal integral 5/2 x + 1 dx plus integral -1/10 x - 1 dx plus integral -24/5 2x + 3 dx. ഇനി പറഞ്ഞേ, what is, ഇവിടെ ഒരു 5/2 കോൺസ്റ്റന്റ് ഉണ്ട്, so we can take it outside. Integral 1/dx by x + 1 എന്താ? log x + 1 minus 1/10 ഇവിടെയോ integral dx by x - 1 log x - 1 minus 24/5. What is integral dx by 2x + 3? log 2x + 3 കഴിഞ്ഞോ? ഒരു ഡിവൈഡഡ് ബൈ 2 വരത്തില്ലേ? 2xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അങ്ങനെയാണ് ഇവിടെ 12 ആവുന്നത് കേട്ടോ. സിയുടെ വാല്യൂ എന്തായാലും -24/5 തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 5/2 log mod x + 1 minus 1/10 log mod x - 1 minus 12/5 log mod 2x + 3 plus c. This is the answer. മാനസിന് കിട്ടിയായിരുന്നോ? കിട്ടിയോ? ഞാൻ എഴുതുന്നതിന് മുന്നേ കിട്ടിയോ? അവിടെ ശ്രദ്ധിച്ചെഴുതില്ലെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരിക്കും കേട്ടോ, പേര് വിളിച്ചോണ്ടിരിക്കും. എല്ലാം ലൈവാണ്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? നന്ദനയ്ക്ക് കിട്ടിയോ? പ്രണവിന് കിട്ടുന്നുണ്ടോ? പ്രണവ് തനിയെ ചെയ്യും. വിവേക് പറഞ്ഞായിരുന്നോ? ഏപ്രിലാണ്. ഏപ്രിൽ
കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? Next question. Integral 5x dx divided by x plus 1 into x square minus 4. Integral 5x dx divided by x plus 1 into x square minus 4. ഞാൻ ഓർഡറിലായിരിക്കില്ല കേട്ടോ പറയണം. എന്ത് പറ്റി? Question? Question number 11. Integral 5x dx divided by x plus 1 into x square minus 4. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ആദ്യം എന്താ ചെയ്യണ്ടേ? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഈ 4 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 5x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇങ്ങനെ ചെയ്യാമല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എങ്ങനെ എഴുതാൻ പറ്റുക? എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 2 പ്ലസ് സി ബൈ എക്സ് പ്ലസ് 2. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ചെയ്യാം.
കിട്ടിയോ? എന്താ എക്സ് ഓഫ് 2? അത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതണം കേട്ടോ. സാധാരണ ഇങ്ങനെ അത് നമ്മൾ എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ എഫ് ഓഫ് 2 എന്ന് കൊടുത്താൽ എക്സിന്റെ പ്ലേസിൽ 2. പക്ഷെ ഇതിന്റെ മീനിങ് എന്താണ്? എക്സ് ഓഫ് എക്സ് ഫംഗ്ഷൻ അല്ലല്ലോ. ഇങ്ങനെ എഴുതരുത്, എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതണേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? എങ്ങനെയാ ചെയ്തേ? വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് 5x is equal to a into പറഞ്ഞ് x square minus 4 plus b into x plus 1 into x plus 2 plus c into x plus 1 into x minus 2. ഇനി എന്താ ചെയ്യാ? put x is equal to minus 1. So minus 5 equal, ആദ്യം ഞാൻ 2 നിരട്ടെ. x equal to 2 നമുക്ക് ഓർഡറിൽ പോവാം. put x is equal to 2. അപ്പൊ എന്താ കിട്ടാ? 10 equal, ഇത് 0 ആയി പോവും. b into 3 into 4 ഇവിടെയും 0 ആയി പോവും അല്ലേ? So 10 equal 12b, which implies b is equal to 10 by 12, which is equal to 5 by 6. Next, x equal minus 1. Minus 5 equal a into minus 3 plus, ഇത് 0 ആയി പോവും, 0, which implies a equal 5 by 3. Next, put x equal minus 2. For minus 10 equal, ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും. c into minus 2 plus 1, minus 1 into minus 2 minus 2 minus 4. So minus 10 equal 4c, which implies c equal 10 by 4 minus 10 by 4, which is equal to minus 5 by 2. ഈ വാല്യൂസ് ആണോ നിങ്ങൾക്ക് കിട്ടിയേ? മാനസിന് ഈ വാല്യൂസ് ആണോ കിട്ടിയേ? നോക്കി, ഈ വാല്യൂസ് ആണോ കിട്ടിയത്? നോക്കി അല്ലേ? ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഇന്റഗ്രൽ 5x divided by x plus 1 into x plus 2 into x minus 2 equal dx. Integral a by x plus 1 dx plus integral b by x minus 2 dx plus integral c by x plus 2 dx, which is equal to integral a യുടെ വാല്യൂ എത്രയാ? 5 by 3. 5 by 3 into x plus 1 dx plus integral b ന്റെ വാല്യൂ എത്രയാ? 5 by 6. 5 by 6 into x minus 2 dx plus integral c minus 5 by 2 x plus 2 dx.
which is equal to 5/3. What is integral dx by x plus 1? Log x plus 1 plus 5/6 constant. Integral dx by x minus 2. Log x minus 2 minus 5/2 log x plus 2 plus c. This is the answer. കിട്ടിയോ വിവേക്? എവിടെയാ 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 എവിടെ പറ. ഇവിടെയോ ഇവിടെയോ? ഇവിടെ ഒന്നുമില്ല. നമ്മൾ എ ബി സിയുടെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിയോ എല്ലാവർക്കും? കഴിഞ്ഞോ വിവേക്? കഴിഞ്ഞോ? ഈ സൈഡ് റബ്ബ് ചെയ്തോട്ടെ. Next question, integral x cube plus എന്താന്ന് അറിയില്ലേ? അറിയില്ല, സംസാരിച്ചിട്ടില്ല. x cube plus x plus 1 divided by x square minus 1 dx. Integral x cube plus x plus 1 dx divided by x square minus 1. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഇതെങ്ങനെയാ ചെയ്യാ? കോമൺ എടുക്കണം. എന്ത് കോമൺ എടുക്കണം? എക്സ് കോമൺ എടുക്കണോ? നമുക്ക് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി വലുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റണം. ഓക്കെ, ന്യൂമറേറ്ററിന്റെ ഡിഗ്രി വലുതായിട്ട് വരാൻ പാടില്ല. ഇവിടെ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 3യും ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എത്രയാ? 2 ആണ്. സോ ദ ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ ഇസ് മോർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിവൈഡ് ന്യൂമറേറ്റർ വിത്ത് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ എന്താ കിട്ടാ? എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. എങ്ങനെയാ ചെയ്യാ ഇത്? ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റിനെ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ശ്രദ്ധിക്കേ, ഇപ്പൊ ആരും എഴുതണ്ട. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്താ? എക്സ് ആണ്. സോ റൈറ്റ് എക്സ് ഹിയർ. എന്നിട്ട് എന്താ ചെയ്യാ? നോർമൽ ഡിവിഷൻ പോലെ തന്നെ ഇതുകൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ വിത്ത് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ എന്താ കിട്ടും? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് മൈനസ് എക്സ് അല്ലേ? ഇനി മൈനസ് ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് 0, എക്സ് മൈനസ് മൈനസ് എക്സ്, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 1. ഓക്കെ, ഇപ്പൊ നമുക്ക് ചെറിയ ഡിഗ്രിയിലുള്ള ഒരു ടേം ആയിട്ട് കിട്ടിയില്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ്. ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1നെ എങ്ങനെ എഴുതാം? എക്സ്, ഇതാണ് നമ്മുടെ കോഷ്യന്റ്, എക്സ് പ്ലസ് 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഇന്റഗ്രേറ്റ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ചെയ്യാവോ? ചെയ്തു. പ്രണവിന് കിട്ടുന്നുണ്ടോ?
ഇതാണ് എക്സ് പ്ലസ് പിന്നെ 2x+1 ഡിവൈഡ് ബൈ x²-1 റിമൈൻഡറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ആൻസർ കിട്ടിയോ? കിട്ടിയോ? ഞാൻ എന്താ ഈ പോർഷൻ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണേ. Integral 2x+1 dx divided by x² - ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെ എഴുതാൻ പറ്റും? 2x+1 ഡിവൈഡഡ് ബൈ x² - 1. ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x² - 1നെ x+1 into x - 1 എന്ന് എഴുതാം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 2x+1 divided by x+1 into x - 1. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ എഴുതുന്നത്? is equal to a by x+1 plus b by x - 1. Therefore integral 2x+1 dx divided by x² - 1 equal integral a dx divided by x+1 plus integral b dx divided by x - 1. Okay. ഇനി what is integral? ഇനി എന്ത് ചെയ്യാം? Find the value of a and b അല്ലേ? So 2x+1 equal a into x - 1 plus b into x+1.
ഇനി എന്താ നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കണ്ടേ? എക്സ് ഇസ് ഈക്വൽ ടു, വിവേക് പറഞ്ഞേ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണ്ടേ? എക്സ് ഇസ് ഈക്വൽ ടു 1. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ എന്താ കിട്ടാ? 2 + 1 3 ഈക്വൽ, ഇത് 0 ആയി പോവും, b into 2, which implies b is equal to 3/2. Next, put x is equal to -1. Very good. That is -2 + 1. -1 equal a into -2, which equal a equal 1/2. Okay. Ini integral a dx divided by x plus 1 plus integral b by x minus 1 dx equal integral 1/2 into x plus 1 dx plus integral 3/2 into x minus 1 dx, which is equal to 1/2. What is dx? Integral dx by x plus 1 എന്താ? Integral dx by x plus 1 log x plus log mod x plus 1 plus 3/2 log mod x minus 1 plus c1. ഇതല്ല നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് അല്ലേ? സോ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താ? x²/2 പ്ലസ് ഇന്റഗ്രൽ ടു എക്സ് പ്ലസ് 1 ബൈ x² - 1 dx എന്ന് പറയുന്നത് 1/2 log mod x plus 1 plus 3/2 log mod x minus 1 plus c. This is the answer. കിട്ടിയോ? വിവേകിന് കിട്ടിയോ ആൻസർ? വിവേക് ഫ്രണ്ടിൽ വന്നിരുന്നേ, ഫ്രണ്ടിൽ വന്നിരിക്കും. വാ വേഗം ആ സമയങ്ങളല്ലേ. വിവേക് ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞ, വേഗം. കഴിഞ്ഞല്ലേ എല്ലാരും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral 1 by x into x raised to n plus 1 dx. ക്വസ്റ്റൻ എഴുതിയോ? ഹിന്റ് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് റൈസ് ടു n - 1 ആൻഡ് പുട്ട് എക്സ് റൈസ് ടു n ഈക്വൽ t. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു മൾട്ടിപ്ലൈ കേട്ടില്ല. 13ാമത്തെ ക്വസ്റ്റൻ അല്ല, അതാ ഞാൻ ക്വസ്റ്റൻ നമ്പർ ഇടാതിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് റൈസ് ടു n - 1. ഇത് ക്വസ്റ്റനിൽ ഗിവൺ ആണ് കേട്ടോ. എക്സ് റൈസ് ടു n - 1 വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഗിവൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടാ? എന്താ കിട്ടാ പറഞ്ഞേ? പറയ്. മൾട്ടിപ്ലൈ ചെയ്ത് പറയാനല്ലേ പറഞ്ഞേ? ആ,
x raised to n minus 1 by x raised to n minus 1 into x എന്ന് പറയുമ്പോൾ x raised to n അല്ലേ, x raised to n plus 1 dx. ഇനി പറഞ്ഞിട്ടുണ്ട് put x raised to n is equal to t. x raised to n എന്ത് കൊടുക്കുക, x raised to n equal t. അങ്ങനെയാണെങ്കിൽ dt എന്താ, nx raised to n minus 1 dx equal dt. ഇങ്ങനെയല്ലേ കിട്ടുക അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇൻ ടേംസ് ഓഫ് t നമ്മുടെ ക്വസ്റ്റിനെ മാറ്റുക. നമുക്ക് ഇവിടെ x raised to n minus 1 dx എന്ന് പറയുന്ന dt ആണ്. സോ വി വിൽ ഗെറ്റ് ദിസ് ആസ് dt by n into x raised to n എന്ന് പറഞ്ഞാൽ t ആണ്, x raised to n plus 1 എന്ന് പറഞ്ഞാൽ t plus 1 ആണ് അല്ലേ. n into t, x raised to n minus 1 dx എന്ന് പറഞ്ഞാൽ dt by n ആണ്. So we can take 1 by n outside, integral dt by t into t plus 1. ഇനി നമുക്ക് ഈ 1 by t into t plus 1 നെ എങ്ങനെ എഴുതാം, a by t plus b by t plus 1 എന്ന് എഴുതാമല്ലോ. ഇനി ആൻസർ കണ്ടുപിടിക്കാം, കണ്ടുപിടിച്ചേ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. കിട്ടി, ഞാൻ എഴുതാം. എന്താ കിട്ടിയേ, a into 1 equal a into t plus 1 plus b into t. Put t equal to minus 1, so we will get 1 equal a into 0 plus minus b, which implies b equal minus 1. Next put t equal 0, which implies 1 equal a. Therefore a is equal to 1 and b is equal to minus 1. Therefore integral 1 by t into t plus 1 dt equal integral 1 by t dt plus integral minus 1 by t plus 1 dt. What is integral 1 by t dt? Integral 1 by t dt log mod t minus integral 1 by t plus 1 dt log mod t plus 1. So answer എന്താ, പ്ലസ് c1 എന്നിടാം. ഫൈനൽ ആൻസർ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ c1 എന്നിടുവാണ്. Therefore integral dx by x into x raised to n plus 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതാണ് ഒരു 1 by n ഉണ്ടല്ലേ പുറത്ത് അല്ലേ. സോ 1 by n into integral dt by t into t plus 1
which is equal to 1 by n into log mod t minus log mod t plus 1 plus c. This is the answer. കിട്ടിയോ? കഴിഞ്ഞോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? മാനസ് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral cos x divided by 1 minus sin x into 2 minus sin x dx. Hint is given. Put sin x is equal to t. T equal sin x. dt എന്താ? cos x dx. Okay. ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഇന്റഗ്രൽ cos x dx എന്ന് പറഞ്ഞാൽ എന്താ? dt ആണ്. dt divided by 1 minus t into 2 minus t. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ a by 1 minus t plus b by 2 minus t. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇപ്പം ഇടണ്ട, എയും ബി ഒക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. ഇനി ചെയ്തോ? ചെയ്യാലോ. കഴിഞ്ഞോ? നന്ദന ബോർഡിൽ നേടിക്കേ.
എഫ് ഓഫ് വൺ എന്ന് എടുക്കല്ലേ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതല്ല. സാധാരണ എഫ് ഓഫ് എക്സില് എക്സിന്റെ വാല്യൂ 1 എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ എഫ് ഓഫ് 1 എന്ന് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇവിടെ എഫ് ഓഫ് 1 ഒന്നും കൊടുക്കണ്ട കേട്ടാ. എക്സ് ഇസ് ഈക്വൽ ടു 1. പക്ഷെ ഇവിടെ എഫ് ചെയ്യാറില്ല. അതങ്ങനെ തന്നെ എഴുതി പോണതാണ് നല്ലത് കേട്ടാ. നമ്മൾ സത്യം പറഞ്ഞാൽ എക്സാമിന് എഴുതുന്നത് ഇതിന്റെ ബാക്കിയായിട്ടൊക്കെ തന്നെ എഴുതുള്ളൂ കേട്ടോ. അവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ മതിയേ. ഇവിടെ ഒരു ഇതുണ്ടോ, ഇതിന്റെ ഇന്റഗ്രൽ എന്തെന്നാ? ഇന്റഗ്രൽ ലോഗ് 1 മൈനസ് മൈനസ് ഓക്കെ വേണം 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 പ്ലസ് ലോഗ് 2 മൈനസ് ടി. അവിടെ മൈനസ് വി മൈനസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എയുടെ വാല്യൂ എത്ര കിട്ടിയേ? ബിയുടെ വാല്യൂ എത്ര കിട്ടിയേ? ആൻസർ എല്ലാവർക്കും ഇങ്ങനെയാണോ കിട്ടിയത്? എല്ലാവർക്കും ഇങ്ങനെയാണോ കിട്ടിയ ആൻസർ? പ്രഭവന് ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? ഇവിടെ നോക്കാം, ഇന്റഗ്രൽ ഡി ടി ബൈ 1 മൈനസ് ടി. ഇതിന്റെ ഇന്റഗ്രൽ എന്തെന്നാ? ലോഗ് 1 മൈനസ് ടി. പിന്നെ ഈ മൈനസ് ടി അല്ലേ ഇവിടെ അല്ലേ? മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യണ്ടേ? അപ്പൊ മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് എന്നാ? -1. അപ്പോൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആകും. ഓക്കെ, ഇനി ഇവിടെ എന്താകും? പ്ലസ് ആകും. ബാക്കിയൊക്കെ ശരിയാണ്. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഈ പോർഷൻ കറക്റ്റ് ആയിട്ടാണോ കിട്ടിയേ? നെക്സ്റ്റ് question. ക്വസ്റ്റ്യൻ എഴുതിയോ വിവേക്? ക്വസ്റ്റ്യൻ എഴുതിയോ? വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ്. ചെയ്യുന്നുണ്ട്. എന്നാ ബോർഡിൽ ചെയ്യണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എന്തിനെന്നാ? പഠിക്കാൻ. ബുക്കിൽ ഞാനിത് എഴുതുന്നില്ല കേട്ടോ ബോർഡിൽ. നിങ്ങൾ എല്ലാവരും ബുക്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ചെയ്തേ. എങ്ങനെയാ ചെയ്യാ? ഇവിടെ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി എന്താ? 2 ആണോ? 4 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 കിട്ടില്ലേ? ഡിനോമിനേറ്ററിന്റെയോ? 4 ആണ്. അങ്ങനെ വരാവോ? ഇല്ല. സോ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? x raised to 4 plus 2x square plus x square plus 2 divided by x raised to 4 plus 4x square plus 3x square plus 12.
which is equal to x raised to 4 plus 3x square plus 2 divided by x raised to 4 plus 7x square plus 12. And then the numerator divide with the denominator. So x raised to 4 plus 3x square plus 2 divided by x raised to 4 plus 7x square plus 12. X raised to 4, x raised to 4 divide with x raised to 4 gives 1. So x raised to 4 plus 7x square plus 12. Minus name എന്താ കിട്ടാ? Minus 4x square minus 10 അല്ലേ? സോ നമുക്ക് പവർ ചെറുതാക്കി കിട്ടിയല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കോഷ്യന്റ് 1 ആണ്, 1 minus 4x square plus 10 divided by x raised to 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x square plus 3 into x square plus 4. ഇനി ബാക്കി ചെയ്തേ. എങ്ങനെയാ ചെയ്യാ? ഈ പോർഷൻ മാത്രം എടുത്ത് ചെയ്യട്ടാ. Finding integral 4x square plus 10 divided by x square plus 3 into x square plus 4 dx. What is 4x square plus 10 divided by x square plus 3 into x square plus 4? ഇതിനെ നമുക്ക് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? ax plus b by x square plus 3. അതായത് നമുക്ക് ഇവിടെയുള്ള x square plus 3 ഇനി എന്താ ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. x square plus 4നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ എന്ത് ചെയ്യാം? we can write this as ax plus b by x square plus 3 plus cx plus d by x square plus 4. ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4x square plus 10 equal എന്താണ് സാറാ? എഴുതണോ ഇവിടെ ഒന്ന്? 4x square plus 10 equal ax plus b into x square plus 4 plus x square plus 3 into cx plus d. ബാക്കി കണ്ടുപിടിക്കാവോ? ചെയ്തോ.
എ ബി സി വാല്യൂസ് കിട്ടിയോ? കിട്ടിയില്ലേ? ഇങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻസ്? 3C ഉണ്ടല്ലോ. 3C ഇത് സോൾവ് ചെയ്യാം. A equal to 0, C equal to 0 കിട്ടിയോ? നെക്സ്റ്റ് B plus D equal to 4, 4B plus 3 equal to 10. B equal to -2. D equal to 6 ഇങ്ങനെയാണോ കിട്ടിയേ? A equal to 0, B equal to -2, C equal to 0, D equal to 6 കിട്ടിയോ? ഇങ്ങനെയാണോ കിട്ടിയേ? എന്താ അത് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? അപ്പൊ ചെയ്തിട്ടുണ്ടാവും. ഉണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. എന്താ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നോക്കൂ. എന്താ കിട്ടാ? AX plus B. A 0 ഇല്ലേ? ബിയുടെ വാല്യൂ -2, -2/x² + 3 എന്ന് കിട്ടും. പ്ലസ് സിയുടെ വാല്യൂ 0 ആണ്, ഡിയുടെ വാല്യൂ 6/x² + 4 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. ABCD വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം. പിന്നെ ഈ എക്സസൈസ് നമ്മൾ ഫിനിഷ് ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് അടുത്ത ദിവസം നെക്സ്റ്റ് എക്സസൈസ് ആയിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം.
കേട്ടോ. ഈ എക്സസൈസിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് മീൻസ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. അത് നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. പ്രണവ് കേട്ടോ പറഞ്ഞത്? പ്രണവ് കേട്ടോന്നറിയില്ല. ഇതാണോ ഫൈനൽ ആൻസർ കിട്ടിയ? ഇപ്പൊ ആൻസർ കറക്റ്റ് ആണെന്ന് പറയാം. ഇങ്ങനെ ലോഗിക് സ്ക്വയർ പ്ലസ് 3 എഴുതാൻ പറ്റില്ല. 1 ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന A0 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് -2 - 2/x² + 3 എന്നല്ല കിട്ടുന്നത്. -2 പുറത്തെടുത്ത് കഴിയുമ്പോൾ dx/x²+3 അങ്ങനെയാണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ dx/x² + a² ഇക്വേഷൻ ഉണ്ട് 1/a tan inverse x/a. അതാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇന്റഗ്രൽ dx/x² + a² ഇക്വേഷൻ ഉണ്ട് 1/a tan inverse x/a. √3² എഴുതാമല്ലോ. ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? എല്ലാവരും ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? ഇതുവരെ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഹോംവർക്ക് മറക്കാണ്ട് ചെയ്തിട്ട് വരണം. ഈ ചാപ്റ്റർ ഒത്തിരി ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മടി വിചാരിക്കാണ്ട് ചെയ്ത് പഠിച്ച് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസും ചെയ്യാം, ഹോംവർക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീഡിയോ